ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം എടുക്കാൻ, തണുത്ത പാൽ എടുക്കരുത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇത് 1/2 കപ്പ് പഞ്ചസാരയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കുക. ഇനി ഈ പഞ്ചസാര ഈ പാലിൽ നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കണം. ഒട്ടും തന്നെ പഞ്ചസാരയുടെ തരി കാണൽ നല്ലോണം അലിയിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഇത് 1 കപ്പ് മൈദയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഈ അരിപ്പയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ള് ഉപ്പ്. ഇത്രയൊന്ന് അരിച്ചെടുക്കാം. ഇനിയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിന്റെ മിക്സിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർക്കാവേ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടീസ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് എടുത്തത്. ഇനി ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം എണ്ണ പുരട്ടി എടുത്തതാണ്. ഇതിലേക്ക് ഈ മാവ് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന മാവ് ഞാനൊരു ഗ്ലാസ്സിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്ത് വന്നോ എന്ന് നമുക്ക് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാവേ. അപ്പോൾ ദേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആവിയിൽ വേവിച്ച കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിനി ഇളക്കിയെടുക്കാം. ദേ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എണ്ണയോ ബട്ടറോ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.